യാതൊരു സംശയവുമില്ലല്ലോ? പുഷ്പരാജ് വിശ്വാസം വരാൻ വേണ്ടി ചോദിച്ചു. ഞാൻ കേട്ടു സർ. അതെ അതെ, അത് ഒരു സ്ത്രീയുടെ കരച്ചിലായിരുന്നു. അത് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതു ഭാഗത്തു നിന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല. തീവണ്ടിയുടെ ശബ്ദം കേട്ടതിൽ പിന്നെ യാതൊന്നും കേട്ടില്ല. ശരി, നിങ്ങൾക്ക് പോകാം. പുഷ്പരാജ് ഇൻസ്പെക്ടറോട് എന്തോ പെറുപിറുത്തു. ജാക്സനെ അവിടെ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുത്തു. മെറ്റിൽഡയുടെ വസ്ത്രങ്ങൾ മുറിയിൽ നിന്നും നീക്കം ചെയ്തു. ഒരു കൊലപാതകം നടത്തിയതായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള യാതൊരു പഴുതും ഇല്ലായിരുന്നു. മെറ്റിൽഡ എന്നു പേരുള്ള യുവതി അപ്രത്യക്ഷമായി എന്ന് മാത്രം രേഖപ്പെടുത്തി. ബാക്കി വിവരം പിന്നീട് അന്വേഷിക്കാമെന്ന് വെച്ചു. 14 നമ്പർ മുറിയിൽ നിന്ന് ലഭിച്ച ഡയറിയിൽ അവളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വെച്ച് കൂടുതൽ വിവരങ്ങൾ ആരായാൻ പുഷ്പരാജ് തീരുമാനിച്ചു. അന്ന് പകൽ അവളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അവളുടെ ഫോട്ടോയുടെ 100 കണക്കിന് പതിപ്പുകൾ എടുത്ത് പല സ്ഥലങ്ങളിലും അയച്ചു. അന്നത്തെ രാത്രിയും കഴിഞ്ഞു. ജാക്സണിൽ നിന്നും യാതൊരു തെളിവുകളും ലഭിച്ചില്ല. ആദ്യം പറഞ്ഞത് തന്നെ അയാൾ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്നു. ആഗസ്റ്റ് 16-ന് പുറത്തിറങ്ങിയ പ്രധാന വാർത്തകളിലെല്ലാം ആ വാർത്ത നിറഞ്ഞിരുന്നു. യുവതിയെ കാണാനില്ല. ഓഗസ്റ്റ് 14, ഒരു മെഡിക്കൽ ഏജന്റുമായി നഗരത്തിലെ ഒരു പ്രധാന ഹോട്ടലിലെ 13-ാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന മെറ്റിൽഡ എന്ന പേരോട് കൂടിയ ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയെ കാണാനില്ല. ബാങ്കിലെ ഒരു ടൈപ്പിസ്റ്റ് കൂടിയായ പ്രസ്തുത യുവതി വളരെ അത്ഭുതകരമായ രീതിയിലാണ് അപ്രത്യക്ഷമായത്. മേൽ കാണിച്ചിരിക്കുന്നത് യുവതിയുടെ ചിത്രമാണ്. ജാക്സൺ ഒരു രാഷ്ട്രീയ നേതാവും സാഹിത്യകാരനുമല്ലാതിരുന്നതുകൊണ്ട് ചില പത്രങ്ങൾക്ക് അതൊരു വിരുന്നായിരുന്നില്ല. നിരാശരായ അവർ അതിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല. ഫോട്ടോ പ്രസിദ്ധീകരിച്ചില്ല. പ്രത്യേക സംഭവങ്ങളൊന്നും കൂടാതെ ഹോട്ടൽ സൈക്കോയിലെ അന്തരീക്ഷം കടന്നുപോയി. ഓഗസ്റ്റ് 17 വെള്ളിയാഴ്ച രാത്രി 12 മണി. കോരിച്ചൊരിയുന്ന മഴ. തെരുവ് വിളക്കുകൾ വൈദ്യുതി തകരാറ് മൂലം ശക്തി നശിച്ചിട്ട് 1 മണിക്കൂറിലധികമായി. അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില വാഹനങ്ങളുടെ പ്രകാശ വീജികളിൽ മഴത്തുള്ളികൾ വെള്ളനൂൽ ലംബമായി വലിച്ചിട്ടതുപോലെ വെട്ടിത്തിളങ്ങി. കാർമേഘങ്ങളെ വകഞ്ഞു കീറിക്കൊണ്ട് മിന്നലുകൾ പാറിക്കളിച്ചു. തുറമുഖത്തിലെ കപ്പലുകളിൽ നിന്നും പുറപ്പെടുന്ന സെർച്ച് ലൈറ്റുകൾ ഇരുളിനെ തുളച്ചുയരാൻ പാടുപെട്ടു. ചുവന്ന കണ്ണുകളുള്ള ക്രെയിനുകൾ ക്രൂരതയോടെ നോക്കിക്കൊണ്ടിരുന്നു. ആർത്തലയ്ക്കുന്ന തിരമാലകളിൽ മച്ചുപാഴകൾ ഇളകിയുയർന്നു. കറുത്ത നിറത്തിലുള്ള ഒരു ഫിയറ്റ് കാർ ഹോട്ടൽ സൈക്കോയുടെ ഗേറ്റിന് മുന്നിൽ 2 തവണ ഹോൺ മുഴക്കി. കൊമ്പൻ മേശയുള്ള വാച്ചർ മഴക്കോട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് ഗേറ്റിനടുത്തെത്തി വാതിൽ തുറന്നു. കാർ പോർച്ചിലേക്ക് കയറി എരച്ചു നിന്നു. കറുത്ത നിറത്തിലുള്ള കോട്ടും പാന്റും ധരിച്ച ഒരാൾ കാറിൽ നിന്നിറങ്ങി. അയാൾ തൊപ്പി വെച്ചിരുന്നെങ്കിലും പിന്നിൽ തലമുടി വളർന്നിറങ്ങിയിരുന്നു. ഒരു സിഖ് മത വിശ്വാസിയെ പോലെ അയാളുടെ മുഖത്ത് നീണ്ട രോമങ്ങൾ വളർന്നു മുറ്റിയിരുന്നു. വിസിറ്റിംഗ് റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് അയാൾ അകത്തു കയറി. കൗണ്ടറിൽ തലകൊമ്പിട്ടിരിക്കുന്ന ഡ്യൂട്ടിക്കാരൻ ഷൂസിന്റെ ശബ്ദം കേട്ട് തല ഉയർത്തി. എനി റൂം വേക്കന്റ്? ആഗതൻ ചോദിച്ചു. താക്കോൽ തൂക്കിയിടാറുള്ള ബോർഡിലേക്ക് തിരിഞ്ഞു നോക്കിയതിനു ശേഷം അയാൾ ബുക്ക് നീക്കിവെച്ചു. പോക്കറ്റിൽ നിന്നും ഒരു ബോൾ പെൻ വലിച്ചെടുത്ത് അയാൾ ബുക്കിൽ മേൽവിലാസം എഴുതി. കയ്യിൽ കിട്ടിയ താക്കോൽ വളയത്തിൽ തൂങ്ങിക്കിടക്കുന്ന മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള പ്ലാസ്റ്റിക് കഷ്ണത്തിലേക്ക് അയാൾ നോക്കി. റൂം നമ്പർ 13. ഈ മുറി കൂടാതെ വേറൊന്നുമില്ലേ? അയാൾ ചോദിച്ചു. 13 എന്ന നമ്പർ ഒരു അശുഭ സൂചനയായി അയാൾക്ക് തോന്നി. സാധാരണ വിദേശ രാജ്യങ്ങളിൽ 13 എന്ന നമ്പർ അപകടത്തിന്റെ ലക്ഷണമായി കണക്കാക്കിയിരുന്നു. ഹോട്ടലിലെ മുറികളിലോ മംഗളകർമ്മങ്ങൾക്കോ ആ തീയതിയോ നമ്പറോ ആരും ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് എല്ലാ മുറികളും നിറഞ്ഞിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ പതിവില്ല. ബുക്ക് അടച്ചു വെച്ച ശേഷം അയാൾ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഉറക്കച്ചടവോടെ ഹോട്ടൽ ബോയ് എത്തി. താക്കോൽ വാങ്ങിക്കൊണ്ട് അവൻ നടന്നു. സൂട്ട് കേസ് കയ്യിൽ തൂക്കി സിഖ് വേഷക്കാരൻ അവനെ പിന്തുടർന്ന് ലിഫ്റ്റിനു നേരെ നടന്നു. സർ, കറണ്ട് കട്ടാണ്, ഗോവണി വഴി പോവണം. ടോർച്ച് തെളിച്ചുകൊണ്ട് അവൻ പടികൾ ചവിട്ടി കയറി. കൈവരിയിൽ പിടിച്ചുകൊണ്ട് അയാൾ അവനെ അനുഗമിച്ചു. മുറി തുറന്ന ശേഷം അവൻ മാറി നിന്നു. താടിക്കാരൻ അകത്ത് കടന്ന ശേഷം അവനും കയറി. പോക്കറ്റിൽ നിന്നും തീപ്പെട്ടിയും മെഴുകുതിരിയും എടുത്ത് അവൻ മേശയിൽ കൊളുത്തിവെച്ചു. എയർ കണ്ടീഷൻ യന്ത്രം പ്രവർത്തനരഹിതമായതുകൊണ്ട് അവൻ ജനാലകൾ അല്പം തുറന്നു. അടയാതിരിക്കാൻ കൊളുത്തിട്ടു. പുറത്ത് നല്ല മഴയാണ്, അധികം തുറക്കണ്ട സർ. സർ ഭക്ഷണം കഴിച്ചു കാണുമോ? അവൻ ചോദിച്ചു. കഴിച്ചു, രാവിലെ വിളിക്കണം.
അയാൾ കോട്ടിന്റെ കുടുക്കുകൾ അഴിച്ച് ബ്രാക്കറ്റിൽ തൂക്കി. മെഴുകുതിരി 3 ഇഞ്ച് നീളത്തിലുള്ള ആയുസിൽ ഒതുക്കി നിന്ന് കത്തി. അയാൾ കിടക്കയിൽ നോക്കിയ ശേഷം സൂട്ട് കേസ് തുറന്ന് വസ്ത്രം മാറി. റൂം നമ്പർ 13. അയാൾ പെറുപെറുത്തു. കണ്ണാടിയിൽ നോക്കി മുഖത്തുള്ള താടിമീശയിൽ ഒന്ന് തടവിയ ശേഷം വളരെ ശ്രദ്ധയോടെ കൈകൾ ചെവിയുടെ മുകളിൽ തടവി സാവധാനം താഴോട്ടു നീക്കി. സിക്കുതാടി കവിളിൽ നിന്നും അടർന്നു. തലയിലെ നീണ്ട മുടിയും അയാൾ അഴിച്ചു. ഓവർബ്രിഡ്ജ് എന്ന പ്രസിദ്ധ കുറ്റാന്വേഷണ കഥയിലെ നായകനായ ഡിറ്റക്റ്റീവ് പുഷ്പരാജിന്റെ മുഖം കണ്ണാടിയിൽ തെളിഞ്ഞു. താൻ പ്രതീക്ഷിച്ച മുറി തന്നെ കിട്ടിയതിൽ പുഷ്പരാജിന് സന്തോഷം തോന്നി. ഇതേ മുറിയിൽ വെച്ചാണ് മെറ്റിൽഡ എന്ന യുവതി 3 ദിവസം മുമ്പ് അത്ഭുതകരമാം വിധം അപ്രത്യക്ഷയായത്. ഇതുവരെ അവളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. പ്രസിദ്ധമായ ഒരു കൊലക്കേസിന്റെ അന്വേഷണ ചുമതല തന്നിൽ ഉണ്ടായിരുന്നിട്ട് കൂടി അതിനുവേണ്ടി അദ്ദേഹം ബോംബെക്ക് പോകാതെ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്തുകൊണ്ടോ കൊടുക്കഴിയാത്ത ബ്രേസിയേഴ്സിൽ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം തോന്നി. അവൾക്ക് എന്ത് സംഭവിച്ചിരിക്കും? പലതവണ അദ്ദേഹത്തിന്റെ അന്തർഗതം മന്ത്രിച്ചു. ഒരു ബാങ്കിലെ ടൈപ്പിസ്റ്റ് ആണെങ്കിലും അവളുടെ ഡയറി പരിശോധിച്ചപ്പോൾ പലരുമായി അവൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലർ പ്രമാദമായ ചില കള്ളക്കേസുകളുമായി ബന്ധപ്പെട്ട് പിടികിട്ട പുള്ളികളായി കഴിഞ്ഞുകൂടുന്നവരുമാണ്. ഹോട്ടൽ സൈക്കോയിൽ ഇതിനു മുമ്പ് പല ഭീകര സംഭവങ്ങൾ നടന്നിട്ടുള്ളതായി പുഷ്പരാജിന് രഹസ്യമായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പിന്നിൽ പല വൻ ശക്തികളും പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അതൊന്നും വെളിച്ചത്ത് വരികയുണ്ടായില്ല. ഇതൊരു മരണമോ കൊലപാതകമോ അല്ലാത്തത് കൊണ്ടാണ് മാനേജർ വിവരം പോലീസിന് നൽകിയതെന്ന് പുഷ്പരാജിന് അറിയാമായിരുന്നു. മാത്രമല്ല മെറ്റിൽഡ സ്ഥിരമായി അവിടുത്തെ താമസക്കാരിയുമാണ്. ദിവസം 100 രൂപ വാടകയ്ക്ക് താമസിക്കാനുള്ള അവളുടെ വരുമാനം എങ്ങനെയായിരുന്നുവെന്ന് അദ്ദേഹം ആലോചിച്ചു. ഓരോ രാത്രിയും അവൾക്ക് നല്ലൊരു തുക ലഭിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഹോട്ടൽ മാനേജർ വരെ അറിഞ്ഞുകൊണ്ടായിരിക്കും അവളുടെ പ്രവർത്തനം. ജാക്സണിൽ എന്തോ സംശയം മാനേജർക്ക് തോന്നിയിരിക്കാം. അയാൾ അവളെ കൊന്ന് കായലിൽ താഴ്ത്തിയെന്നായിരിക്കും മാനേജർ വിശ്വസിക്കുന്നത്. മാനേജർ ഒരു മാന്യനല്ലെന്ന് പുഷ്പരാജിന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നിയിരുന്നു. മെഴുകുതിരി കെടുത്തിയ ശേഷം അദ്ദേഹം കിടന്നു. അന്നുവരെ പ്രവേശനം ലഭിച്ചിട്ടില്ലാത്ത കൊതുകുകൾ ഗാനാലാപത്തോടെ മുറിക്കുള്ളിൽ ആർത്തു കയറി. അദ്ദേഹം എണീറ്റ് കൊതുകുവല നേരെയാക്കി. ടോർച്ച് കയ്യിലെടുത്ത് കുളിമുറിയിൽ പോയി തിരികെ വന്നു. പൂർവാധിക ശക്തിയോടെ മഴ പുറത്ത് താണ്ഡവ നൃത്തമാടിക്കൊണ്ടിരുന്നു. നിരത്ത് ശൂന്യമായിരുന്നു. അത് കൂരിരുട്ടിന് മാറ്റുകൂട്ടി. പുഷ്പരാജ് കിടന്നു. അയ്യോ അയ്യോ! വളരെ സാവധാനത്തിൽ വേദനയോടെ ഞരങ്ങുന്ന ഒരു സ്ത്രീ ശബ്ദം ആ മുറിയുടെ ഏതോ മൂലയിൽ നിന്ന് ഉയരുന്നത് കേട്ടു. പുഷ്പരാജ് ഞെട്ടിയുണർന്ന് ചെവിയോർത്തു. ശബ്ദം അവസാനിച്ചിരിക്കുന്നു. തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് അദ്ദേഹം കരുതി. മെറ്റിൽഡ എന്ന യുവതിയെ അദ്ദേഹം കണ്ടിട്ടില്ലെങ്കിലും അവൾ ഏതു വിധേനയോ ദാരുണമായ വിധം കൊല്ലപ്പെടുകയാണ് ഉണ്ടായതെന്ന് അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിൽ ഒരാശയം മുട്ടിട്ട് വളർന്നിരുന്നു. അവളെ ജാക്സൺ കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം രാത്രി തന്നെ എവിടെയോ കൊണ്ടുപോയി മറവ് ചെയ്തിരിക്കണം. അല്പം നടന്നാൽ കായലരികത്ത് ഉയർത്തി കെട്ടിയിട്ടുള്ള അരമതിലിൽ എത്താം. അവിടെ കൊണ്ടുപോയി എന്തെങ്കിലും ഭാരമുള്ള വസ്തു മൃതശരീരത്തിൽ ബന്ധിച്ച് വെള്ളത്തിൽ എറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചിരിക്കണം. അത്തരത്തിലുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ രൂപം കൊണ്ടിരുന്നതിനാൽ ആ മുറി ഒരു മരണറയാന്ന് അദ്ദേഹം സങ്കല്പിച്ചു. അതുകൊണ്ടായിരിക്കണം താൻ ആ ശബ്ദം കേട്ടതെന്ന് കരുതി. വാച്ചർ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടെന്ന് പറഞ്ഞത് ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ കടന്നു വന്നു. മഴത്തുള്ളികൾ കാറ്റിന്റെ കൈകളിൽ കൂടി ഉള്ളിൽ കടന്ന് ജനാലയുടെ തിരശീലകളെ നനച്ചു. ഈർപ്പം നിറഞ്ഞ വായു ഉള്ളിലേക്ക് അടിച്ചു കയറുന്നുണ്ടെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം കിടക്കയിൽ നിന്ന് എണീറ്റ് ജനാലയുടെ പാളികൾ കുറെ കൂടി അടച്ചു വെച്ചു. ടോർച്ച് തലയണയ്ക്കിടയിൽ ഉണ്ടെന്നുള്ള ബോധ്യം വരുത്തിയ ശേഷം അദ്ദേഹം വീണ്ടും കിടന്നു. മണി 2:10 വാച്ചിലെ റേഡിയം ഡയൽ മുന്നറിയിപ്പ് നൽകി. പിറ്റേ ദിവസം രാവിലെ ഹോട്ടൽ മാനേജരോട് ചിലതെല്ലാം ചോദിച്ചറിയണമെന്ന് അദ്ദേഹം പ്ലാൻ ഇട്ടിരുന്നു. കൺപോളകൾ ബന്ധിച്ച് പുഷ്പരാജ് ഉറങ്ങാൻ മനഃപൂർവ്വം ഒരുങ്ങി. മയക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ വീണ്ടും ഒരു ദയനീയമായ ശബ്ദമുയർന്നു. അത് മുറിയുടെ ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ എന്നറിയാൻ അദ്ദേഹം കാതുകൂർപ്പിച്ചു കിടന്നു. അയ്യോ അയ്യോ! ആ മുറിയുടെ 4 ചുവരുകളിലും ആ ശബ്ദത്തിന്റെ അലകൾ മുട്ടിത്തിരിയുന്നത് പോലെ പുഷ്പരാജിന് തോന്നി. തലയിണയുടെ അടിയിൽ നിന്നും ടോർച്ച് എടുത്ത്
അദ്ദേഹം മുറിക്കുള്ളിൽ അടിച്ചു നോക്കി. മുറി ശൂന്യമാണ്. കുളിമുറിയിലാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം എണീറ്റു. അതിനുള്ളിൽ പോയി ഒരു പരിശോധന നടത്തി. പെട്ടെന്ന് കിടക്കമുറിയിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹം ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു. മേശപ്പുറത്ത് വെള്ളം നിറച്ചിരുന്ന കൂജ ചരിഞ്ഞു കിടന്ന് വെള്ളം പടർന്നൊഴുകി നിലത്ത് ഇറ്റ് വീണുകൊണ്ടിരിക്കുന്നു. അതിന് മുകളിൽ കമഴ്ത്തി വെച്ചിരുന്ന ഗ്ലാസ് മൊസൈക്ക് തറയിൽ വീണ് ആകൃതി നശിച്ചു കിടക്കുന്നു. മേശയുടെ അരികിൽ നിന്ന് ഒരടിയോളം ഉള്ളിലേക്ക് മാറി ഏതാണ്ട് മധ്യഭാഗത്താണ് കൂജ ഇരുന്നത്. മുറിക്കുള്ളിൽ താനൊഴിച്ച് വേറൊരു ജീവിയെയും ടോർച്ച് തെളിച്ചു നോക്കിയപ്പോൾ കണ്ടില്ല. എലികളോ നരിച്ചീറോ കയറി വരാൻ പറ്റിയ തരത്തിലുള്ള സംവിധാനമല്ല മുറിക്കുള്ളത്. എയർ കണ്ടീഷൻ ചെയ്ത മുറിയായിരുന്നതുകൊണ്ട് ആ വക ശങ്കയ്ക്ക് അടിസ്ഥാനമില്ലായിരുന്നു. ജനാലയുടെ പാളികൾ നല്ലതുപോലെ അടച്ചിരുന്നത് കൊണ്ട് കാറ്റടിച്ചു മറിയാൻ തരമില്ല. അഥവാ ജനാല പൂർണ്ണമായും തുറന്നു കിടന്നിരുന്നെങ്കിലും കൂജയിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറഞ്ഞിരുന്നത് കൊണ്ട് അതൊരിക്കലും മറിഞ്ഞു വീഴാൻ സാധ്യതയില്ല. പിന്നെ എങ്ങനെ മറിഞ്ഞു? ആരത് മറിച്ചു കളഞ്ഞു? മേശയുടെ നടുഭാഗത്തിരുന്ന ഭാരമുള്ള ഈ കൂജ കരസ്പർശം ഏൽക്കാതെ മറിയണമെങ്കിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകണം. അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. മെറ്റിൽഡയുടെ പ്രേതമാണോ? ശാസ്ത്രം വിജയിച്ചു നിൽക്കുന്ന 20-ാം നൂറ്റാണ്ടിൽ ഞാൻ ഒരു ബാലിശമായ ചിന്താഗതിക്ക് അടിമപ്പെടുകയാണോ? പ്രേതങ്ങളുണ്ടോ? നമുക്ക് അറിഞ്ഞുകൂടാത്ത പലതും നിഷേധിക്കുന്നത് ശരിയല്ല. ഒരു കാലത്ത് ചന്ദ്രനെ കുറിച്ചും മറ്റു വാനഗോളങ്ങളെ കുറിച്ചും ഉണ്ടായിരുന്ന ചിന്താഗതി ഇപ്പോൾ മാറിയിട്ടില്ലേ? അതുപോലെ ജീവൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൽ മരണസമയത്ത് വിട്ടുപോകുന്ന ഒരു ചൈതന്യ വിശേഷം ഇല്ലെന്ന് പറയാൻ തക്കവിധം ഇന്നത്തെ ഒരു ശാസ്ത്രവും വളർന്നിട്ടുള്ളതായി തെളിവുകൾ ലഭിച്ചിട്ടില്ല. മാംസളമായ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതുപോലെ ഇന്ന് വരെയുള്ളത് കൂടാതെ പുതിയത് കണ്ടുപിടിക്കാനുള്ള ഭാവനകളും ചിന്താശക്തികളും ജന്മം കൊള്ളുന്ന കലവറയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ആ നിലയ്ക്ക് ജീവൻ എന്താണ്? യന്ത്രത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ ആ ശക്തി എവിടെ പോയി മറയുന്നു? ചന്ദ്രനിൽ കാലുകുത്തിയ ശാസ്ത്രജ്ഞന്മാരും അവരെ അയച്ചവരും ഈശ്വരൻ എന്ന ബ്രഹ്മാണ്ഡ ശക്തിയെ തള്ളിപ്പറയാൻ മുതിർന്നിട്ടില്ല. ഈശ്വരനെ കുറിച്ച് വിശ്വസിക്കുന്നവർ പ്രേതത്തെക്കുറിച്ചും ചിന്തിച്ചേ മതിയാവൂ. മെറ്റിൽഡ ഈ മുറിയിൽ കിടന്ന് മരിച്ചുവെന്നുള്ളതിന് അടിസ്ഥാനപരമായ തെളിവുകൾ ഇനിയും കൈവന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ വിചാരം ഇവിടെ ഉത്ഭവിക്കുന്നില്ല. പക്ഷേ മുറിക്കുള്ളിൽ ഉയർന്ന ശബ്ദം, ദയനീയമായ കരച്ചിൽ, ഒരു ജന്തുവിനെ യന്ത്രച്ചങ്ങലക്കിട്ട് ആട്ടുമ്പോൾ ഉണ്ടാകുന്ന നിലവിളി, താൻ അത് 2 തവണ വ്യക്തമായി ശ്രവിച്ചതാണെന്നുള്ള വസ്തുത മറച്ചുവെക്കാൻ പുഷ്പരാജിന് കഴിഞ്ഞില്ല. മെറ്റിൽഡയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കും? അവൾക്കൊരു മരുന്ന് നൽകിയതായി ജാക്സണും ഉറപ്പിച്ചു പറയുന്നുണ്ട്. അയാളും അത് കഴിച്ചതായി പ്രസ്താവിക്കുന്നു. ആ നിലയ്ക്ക് അത് വല്ല വിഷവുമായിരിക്കാൻ ഇടയുണ്ടോ? അപ്രകാരം അവൾ മരിച്ചെങ്കിൽ അവളുടെ ഉടുതുണികൾ എന്തുകൊണ്ട് ഈ മുറിക്കുള്ളിൽ ഉപേക്ഷിച്ചിട്ട് മൃതശരീരം നശിപ്പിച്ചു? അയാൾ ബോധപൂർവം ചെയ്തതാണെങ്കിൽ തന്റെ കഴുത്തിൽ കുരുക്ക് വീഴാൻ മതിയായ തെളിവായ വസ്ത്രങ്ങൾ തന്റെ മുറിയിൽ എന്തുകൊണ്ട് ജാക്സൺ ഉപേക്ഷിച്ചു? അവളുടെ ബ്രേസിയറിന്റെ കുടുക്ക് രണ്ടാമതും എന്തിനും ചേർത്ത് വെച്ചു? ഏറുകൊണ്ട ഒരു ചിലന്തി വല പോലെ എല്ലാം നിവർത്തിയെടുക്കാൻ വയ്യാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ജാക്സണിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും ലഭിക്കാത്ത വിധം പറഞ്ഞതുപോലെ തന്നെ അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. മേശയിൽ വെച്ചിരുന്ന കൂജ എപ്രകാരം നിലം പതിച്ചു? കണ്ണടയ്ക്കുമ്പോൾ താൻ ഇന്ന് വരെ ഫോട്ടോയിലല്ലാതെ കണ്ടിട്ടില്ലാത്ത മെറ്റിൽഡ എന്ന യുവതി മുറിക്കുള്ളിൽ നിന്ന് വേദന കൊണ്ട് പൊളയുന്നത് പോലെ പുഷ്പരാജിന് തോന്നി. ടക് ടക് ടക്. വാതിലിൽ ആരോ മുട്ടുന്നു. ഒരു തവണ കൂടി ആ ശബ്ദം വെളിയിൽ കേട്ടു. മണി 2:30 കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ആരാണ് തന്നെ അന്വേഷിക്കുന്നത്? തന്റെ യഥാർത്ഥ പേരിലോ രൂപത്തിലോ ഹോട്ടൽ സൈക്കോയിൽ പുഷ്പരാജ് മുറി എടുത്തിട്ടില്ല. ആ നിലയ്ക്ക് ഡിറ്റക്റ്റീവ് പുഷ്പരാജിനെ അന്വേഷിച്ച് ആരും വരാൻ നിവൃത്തിയില്ല. ഹോട്ടലിൽ മെറ്റിൽഡയെ പോലെ തനിച്ച് താമസിക്കുന്ന വല്ല അഭിസാരികളുമാണോ എന്ന് പുഷ്പരാജ് ഊഹിച്ചു പോയി. എങ്കിലും ആ സമയത്ത് അന്വേഷിച്ചു വരുന്നത് എങ്ങനെ? താൻ മുറിയെടുത്തത് തന്നെ രാത്രി വളരെ കഴിഞ്ഞാണ്. ലൈറ്റ് പോയതിനാൽ മുറിയിൽ കടന്നതും ഹോട്ടലിൽ എത്തിയതും ആരും കാണാൻ വഴിയില്ല. ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു. തീപ്പെട്ടി എടുത്ത് മേശയിലെ വെള്ളം തുടച്ചു കളഞ്ഞതിന് ശേഷം മെഴുകുതിരി കത്തിച്ചു.
നനഞ്ഞ തിരിപൊട്ടൽ ശബ്ദത്തോടെ മടിച്ചു മടിച്ച് എരിയാൻ തുടങ്ങി. മുറിയിൽ മങ്ങിയ പ്രകാശം പരന്നപ്പോൾ പുഷ്പരാജ് വാതിൽക്കിലെത്തി. പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് വലതു കൈയിൽ മറച്ചു പിടിച്ചുകൊണ്ട് വാതിൽ തുറന്നു. കെട്ടി നിർത്തിയിരുന്ന മെഴുകുതിരിയുടെ പ്രകാശം അണപൊട്ടി പുറത്തേക്ക് പാഞ്ഞു. ആ അരണ്ട പ്രകാശത്തിൽ ഒരാൾ നിൽക്കുന്നു. പുഷ്പരാജ് സൂക്ഷിച്ചു നോക്കി. ഒരു യുവതി. ഒരു നിമിഷം മടിച്ചു ചെന്ന ശേഷം പുഷ്പരാജ് അവളോട് കടന്നു വരാൻ പറഞ്ഞു. യാതൊരു മടിയും പ്രദർശിപ്പിക്കാതെ അവൾ അകത്ത് കടന്നു. ഭവതി മനസ്സിലായില്ല. പുഷ്പരാജ് അവളുടെ ഇടത് കൈ തണ്ടയിൽ തൂങ്ങിക്കിടന്ന കറുത്ത നിറത്തിലുള്ള വാനിറ്റി ബാഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ പറയാം. ഈ വാതിൽ അടയ്ക്കുന്നതിൽ വിരോധിക്കരുത്. അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവൾ ഇടതു കൈ കൊണ്ട് വാതിൽ സ്പർശിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച സ്പ്രിങ്ങിന്റെ പ്രവർത്തനം വാതിൽപ്പാളിയെ ശക്തിയായി ബന്ധിച്ചു. നീല നിറത്തിലുള്ള ഒരു ഘട്ടാവ് ഓയിൽ സാരി അവൾ ധരിച്ചിരുന്നു. എവിടെ നിന്ന് വരുന്നു? ഇതിനു മുമ്പും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുള്ള പുഷ്പരാജ് അവളിൽ സംശയം തോന്നാത്ത രീതിയിൽ ഇരിക്കുവാൻ അഭ്യർത്ഥിച്ചു. താങ്കളെ എനിക്ക് പരിചയമില്ല. ഞാൻ ഈ ഹോട്ടലിൽ എന്ന് മുറിയെടുത്തതാണ്. എന്റെ സ്വദേശം കോട്ടയമാണ്. അവൾ വാനിറ്റി ബാഗിൽ നിന്നും ഒരു ചെറിയ ഉറുമാലെടുത്ത് മുഖത്ത് പൊടിഞ്ഞിരുന്ന വിയർപ്പ് കണങ്ങൾ ഒപ്പിയെടുത്തു. ഈ തണുപ്പുള്ള രാത്രിയിലും ഭവതി വല്ലാതെ വിയർക്കുന്നല്ലോ. എന്തു സംഭവിച്ചു? പുഷ്പരാജ് സൂട്ട് കേസിൽ നിന്നും ഒരു മെഴുകുതിരി തെരഞ്ഞെടുത്ത് മിന്നിക്കൊണ്ടിരുന്ന തിരിയിൽ കൊളുത്തി അതിനു മുകളിൽ അമർത്തി വെച്ചു. ഇവിടെ വരാനുണ്ടായ കാരണം എന്താണ്? പുഷ്പരാജ് സിഗരറ്റ് പാക്കറ്റ് തുറക്കാൻ ശ്രമിച്ച ശേഷം വീണ്ടും അത് താഴെ വെച്ചു. എന്റെ പേര് സെലീന. ഇവിടെ ഒരു കോളേജിൽ എന്റെ സുഹൃത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ മടങ്ങുമായിരുന്നു. കാറിന് കേടുപറ്റി. വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് മുറിയെടുത്തു. വേഗം ശരിയാവുമെന്ന് കരുതി 7 മണി വരെ കാത്തു. നാളെ തരാമെന്ന് പറഞ്ഞു. ഡ്രൈവർ ഇല്ലേ? ഇല്ല, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്താണ് വന്നത്. ഈ ഹോട്ടലിൽ ഇതിനു മുമ്പ് താമസിച്ചിട്ടുണ്ട്. അവൾ നെറ്റിയിലേക്ക് ഉതിർന്നു വീണ തലമുടി പിന്നോട്ടൊതുക്കി വെച്ചു. ഭവതിക്ക് ജോലിയുണ്ടോ? പുഷ്പരാജ് ഒരു സിഗരറ്റ് ചുണ്ടിൽ തിരികെ ശേഷം ലൈറ്റർ ഉരച്ചു. ഇല്ല, പക്ഷേ ഞാൻ കുറെ നാൾ ഒരു കോളേജിൽ ജോലി നോക്കിയിരുന്നു. പിന്നീട് വേണ്ടെന്ന് വെച്ചു. അവൾ വാനിറ്റി ബാഗിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. സംസാരം നീണ്ടുപോകുന്നതല്ലാതെ എന്തിനു തന്റെ മുറിയിൽ വന്നതെന്ന് അവൾ ഇതുവരെ പറഞ്ഞില്ല. ആദ്യം കണ്ട പരിഭ്രമം അവളുടെ മുഖത്തു നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഈ രാത്രിയിൽ ഈ മുറിയുടെ വാതിലിൽ തട്ടുവാനുള്ള കാരണം എന്താണ്? പുഷ്പരാജ് വിഷയത്തിലേക്ക് കടന്നു. ഞാൻ അടുത്ത മുറിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചു മുമ്പ് ഒരു സ്ത്രീയുടെ കരച്ചിൽ ഞാൻ കേട്ടു. ഇന്ന് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ ശബ്ദം കേട്ടപ്പോ ഞാൻ ഭയന്നു. 2 തവണ അത് കേട്ടു. ഞാൻ എണീറ്റ് പുറത്തിറങ്ങി. ആദ്യം കണ്ടത് താങ്കളുടെ മുറിയുടെ വാതിലാണ്. താങ്കളെ കണ്ടപ്പോൾ ഒരു വിശ്വാസം തോന്നി. അതാണ് മുറിക്കുള്ളിൽ കയറിയത്. അവളുടെ മുഖത്ത് മാഞ്ഞുപോയ ഭയം വീണ്ടും തെളിഞ്ഞു. സ്ത്രീയുടെ കരച്ചിലോ? പുഷ്പരാജ് പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആ യുവതിയും കേട്ടിരിക്കുന്നു. തനിക്ക് മാത്രമുണ്ടായ അനുഭവമല്ല, ശബ്ദം യഥാർത്ഥമായും ഉണ്ടായതാണ്. അതെ, ഒരു സ്ത്രീയുടെ നിലവിളി പോലെ തോന്നി. അവൾ തറപ്പിച്ചു പറഞ്ഞു. ഈ ഹോട്ടലിൽ തന്നെ നിങ്ങൾ താമസിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ സ്നേഹിതയുടെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ചുകൂടായിരുന്നോ? പുഷ്പരാജ് അവളെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ചോദിച്ചു. അവൾ പെട്ടെന്ന് മറുപടി നൽകിയില്ല. എന്തോ ആലോചിക്കുകയായിരുന്നതുപോലെ അവളുടെ മുഖഭാവം മാറി. അവിവാഹിതയായ ഒരു യുവതി തനിച്ച് ഒരു നഗരത്തിലെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കണമെങ്കിൽ അവൾ സാധാരണക്കാരിയായില്ലെന്നുള്ള ഒരു ധ്വനി പുഷ്പരാജിന്റെ ചോദ്യത്തിൽ പ്രകടമായിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. ഹോസ്റ്റലിൽ താമസിക്കാമായിരുന്നു, പക്ഷേ ഈ ഹോട്ടൽ വളരെ സേഫ്റ്റി ആണെന്ന് എനിക്കറിയാം. അവൾ ഒരു കാരണം കണ്ടുപിടിച്ചു. ഈ നിലവിളി ശബ്ദം കേട്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഇവിടെ താമസിക്കുമോ? പുഷ്പരാജ് അവളുടെ നേരെ നോക്കി പുഞ്ചിരിച്ചു. ഇനി ഞാൻ ഒരിക്കലും താമസിക്കില്ല. ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പോയേ കൊള്ളാമെന്ന് തോന്നുന്നു. അവൾ തോളിൽ നിന്ന് ഊർന്നു വീണ സാരി നേരെ ഇട്ടു. രാത്രി വളരെ ആയിരിക്കുന്നു. ഭവതി മുറിയിൽ പോയി കിടന്നുള്ളൂ. ഇനി അതുപോലുള്ള എന്തെങ്കിലും ശബ്ദം കേട്ടാ വരൂ. കഴിവതും ഉറങ്ങാൻ നോക്കൂ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോൺ ബെൽ ശബ്ദിച്ചു. പുഷ്പരാജ് റിസീവർ കയ്യിലെടുത്തു. അതെ, ശരി. 2-3 വാക്കുകളിൽ അദ്ദേഹം സംഭാഷണം അവസാനിപ്പിച്ച് റിസീവർ ക്രാഡിലിൽ വെച്ചു. ഈ രാത്രിയിൽ താങ്കളോട് ആരാണ് സംസാരിച്ചത്? യുവതി ചോദിച്ചു. നമ്പർ മാറിപ്പോയതാണ്. അടുത്തേതോ മുറിയിലേക്കുള്ള കോളായിരുന്നു. ഭവതി വിയർക്കുന്നുണ്ടല്ലോ.
പുഷ്പരാജ് ഫാനിന്റെ സ്വിച്ചിൽ വിരൽ അമർത്താനാഞ്ഞു. കറണ്ട് ഇല്ലെന്നുള്ളത് മറന്നുപോയോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഹോ, ഐ എം സോറി. അദ്ദേഹം തിരിഞ്ഞപ്പോൾ അറിയാതെ കൈമുട്ടി മെഴുകുതിരി താഴെ വീണ് കെട്ടു. മുറിക്കുള്ളിൽ അന്ധകാരം വ്യാപിച്ചു. സിഗരറ്റ് വലിച്ച ശേഷം ലൈറ്റർ എവിടെ വെച്ചെന്ന് അദ്ദേഹം മറന്നിരുന്നു. തീപ്പെട്ടിയില്ലേ? ഇരുട്ടിൽ നിന്ന് യുവതി ചോദിച്ചു. ലൈറ്റർ ഉണ്ട്, എവിടെയോ വെച്ചു, പുഷ്പരാജ് പറഞ്ഞു. അതിനിടയിൽ ചില സാധനങ്ങൾ അദ്ദേഹത്തിന്റെ കൈ തട്ടി നിലം പതിച്ചു. ഒടുവിൽ ലൈറ്റർ തേടിയെടുത്ത് അദ്ദേഹം പ്രകാശിപ്പിച്ചു. തറയിൽ വേണ്ട മെഴുകുതിരി കൊളുത്തിയപ്പോൾ മുറിയിൽ യുവതിയുടെ വാനിറ്റി ബാഗും ആഷ്ട്രയും നിലത്ത് വീണിരുന്നു. ക്ഷമ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബാഗ് അവളുടെ അടുത്ത് വെച്ചു. ഒരു യുവതിയുടെ കരച്ചിൽ ഭൗതികം കേട്ടിരുന്നോ? ഞാനും അല്പം മുമ്പ് കേട്ടു. പക്ഷേ അത് ആരുടെയെങ്കിലും ടേപ്പ് റെക്കോർഡറിൽ നിന്ന് ആയിക്കൂടുന്നില്ലല്ലോ, പുഷ്പരാജ് ചോദിച്ചു. ടേപ്പ് റെക്കോർഡിൽ കരച്ചിലോ? യുവതി ആശ്ചര്യത്തോടെ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു. ഒരിക്കൽ മുണ്ടക്കയത്ത് ഒരു ബംഗ്ലാവിൽ തനിച്ച് താമസിച്ചുകൊണ്ട് ഒരു കള്ളനോട്ട് കേസിന്റെ തുമ്പ് കണ്ടുപിടിക്കാൻ ശ്രമിക്കവേ അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു. രാത്രികാലങ്ങളിൽ വിജനവും പഴയതുമായ ആ ബംഗ്ലാവിന്റെ ചില കോണുകളിൽ നിന്ന് ജന്തുക്കളുടെ വികൃതമായ കരച്ചിലുകൾ, അതിനോടൊപ്പം ഒരു സ്ത്രീയുടെ ഭീകരമായ നിലവിളി, കാട്ടുപൂച്ചയുടെ കരച്ചിൽ, ഒടുവിൽ അതിന്റെ ഉത്ഭവസ്ഥാനം അദ്ദേഹം കണ്ടുപിടിച്ചു. ശബ്ദവീചികൾ കൊണ്ട് പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ ആയിരുന്നു അത്. അതുപോലെയുള്ള ഏതെങ്കിലും ശബ്ദമായിരിക്കും താൻ കേട്ടതെന്ന് അദ്ദേഹം വിശ്വസിക്കുവാൻ ശ്രമിച്ചു. ഈ ഹോട്ടലിൽ താമസിച്ചു വന്നിരുന്ന ഒരു യുവതി അപ്രത്യക്ഷമായതിനെ പറ്റി ഒരു വാർത്ത ഞാൻ വായിക്കുകയുണ്ടായി. യുവതി പുഷ്പരാജിനെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ വായിച്ചു? അദ്ദേഹം അവളുടെ കൃഷ്ണമണിയിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കാതെ ചോദിച്ചു. ഒരു മഞ്ഞപത്രത്തിലാണ്. വലിയ പ്രാധാന്യം അതിന് നാം കൊടുക്കാറില്ലെങ്കിലും ഇവിടെ ഞാൻ സാധാരണ താമസിക്കാറുള്ളത് കൊണ്ടാണ് ശ്രദ്ധിച്ചു പോയത്. പുഷ്പരാജ് എണീറ്റ് സ്വിച്ചിൽ വിരലമർത്തി ഒരു വൃഥാശ്രമം നടത്തി നോക്കി. വിളക്ക് തെളിയാത്ത തിരിയുടെ ചുവട് ആൽവൃക്ഷത്തിന്റെ തായ്തടി പോലെ വണ്ണം വെച്ചുകൊണ്ടിരുന്നു. ഇനി തിരി അവശേഷിച്ചിട്ടില്ല. മെഴുകുതിരി അവസാനിക്കുന്നതിന് മുമ്പ് ആ യുവതിയെ പറഞ്ഞയക്കണമെന്ന് പുഷ്പരാജ് തീരുമാനിച്ചു. ഇത്ര സമയം സംസാരിച്ചിട്ടും ഭവതിയുടെ പേര് പറഞ്ഞില്ല. പുഷ്പരാജ് എണീറ്റ് ജനാലയുടെ കർട്ടൻ നീക്കിയിട്ടു. മേഘങ്ങൾ ആവാഹിച്ചൊതുക്കിയിരുന്ന പ്രകാശവീതികൾ തിന്നിത്തെറിച്ച് ആ മുറിക്കുള്ളിൽ കടന്നു വന്ന് ഒരു അരണ്ട വെളിച്ചം സൃഷ്ടിച്ചു. എന്റെ പേര് സൗദാമിനി രാമചന്ദ്രൻ. വീട് കോട്ടയത്തിന് 2 കിലോമീറ്റർ തെക്ക് മാറി കിഴക്കോട്ട് വയലിൽ കൂടിയുള്ള റോഡിൽ കൂടി പോകണം. ഇപ്പോ ഒരു സാഹിത്യകാരിയാകാനുള്ള ശ്രമത്തിലാണ്. മറ്റു വിവരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി താങ്കളെ കുറിച്ച് അന്വേഷിക്കുന്നതിൽ ക്ഷമിക്കണം. അവൾ പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ നേരെ നോക്കി. കരി എഴുതിയിട്ടില്ലാത്ത അവളുടെ കൺപോളകളിൽ കറുത്ത പീലുകൾ കൺമഷി പുരട്ടി. വീതി കുറഞ്ഞ അവളുടെ പുരികക്കൊടികൾ കൃത്രിമങ്ങളായിരുന്നില്ല. നീണ്ടു വളഞ്ഞ വില്ലുകൾക്ക് നടുവിൽ ചുവന്ന സിന്ദൂരപ്പൊട്ടിനുള്ളിൽ തിളങ്ങുന്ന ഗിൽറ്റ് പൊടികൾ നക്ഷത്രങ്ങൾ നെയ്തു. അഴകൊത്ത നാസികയുടെ താരെ ശില്പാകൃതി പൂണ്ട അധരങ്ങളുടെ അരികിൽ സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങൾ വരമ്പു കെട്ടി. സൗദാമിനി സുന്ദരിയാണ്, ഒരു സർപ്പത്തെ പോലെ, പുഷ്പരാജിന്റെ അന്തരംഗം മന്ത്രിച്ചു. എന്റെ പേര് രവീന്ദ്രൻ. ഞാൻ കൽക്കട്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു കോസ്മെറ്റിക് സ്ഥാപനത്തിന്റെ കേരളത്തിലെ ഏജന്റാണ്. സാധാരണ എറണാകുളത്ത് വരാറുണ്ട്. വന്നാൽ ഇവിടെയാണ് കഴിഞ്ഞുകൂടുക. പുഷ്പരാജ് അവളോട് യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് തീരുമാനിച്ചു. ഭൗതി പോയി കിടന്നുകൊള്ളൂ, നാളെ രാവിലെ കാണും. ഞാൻ ഇന്ന് രാത്രി ഉറങ്ങുന്നില്ല, അതുകൊണ്ട് ഭൗതിക്ക് ഭയപ്പെടാതെ കഴിയും. അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് പുഷ്പരാജ് ആയുസ് അവസാനിച്ചു കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയിലേക്ക് കണ്ണോടിച്ചു. ശരി, ഞാൻ ഇറങ്ങുന്നു. അവൾ വാതിലിന്റെ നേർക്ക് നടന്നു കൈപ്പിടിയിൽ പിടിച്ച് തിരിച്ചു. അവൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുഷ്പരാജ് കുറെ നിമിഷങ്ങളോളം അവളുടെ ആകാര ഭംഗി ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നത് കണ്ടിരുന്നു. വീണ്ടും പൂർവാധികം പ്രകാശത്തോടെ തെളിഞ്ഞുകൊണ്ടിരുന്ന സൗദാമിനിയുടെ ചിത്രം അദ്ദേഹം മറക്കുവാൻ ഒരു ശ്രമം കൂടി നടത്തി. കത്തി നിന്നിരുന്ന മെഴുകുനൂൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു പതിച്ച് ഒരു പൊട്ടൽ ശബ്ദത്തോടെ പടർന്നു കത്തി. മേശപ്പുറത്തിരുന്ന ടേബിൾ ലാമ്പിനെ താങ്ങിക്കൊണ്ടിരുന്ന നഗ്നയായ യുവതിയുടെ മരപ്രതിമയുടെ രൂപം ചുവരിൽ ദീപനാളത്തിന്റെ ചലനത്തിനൊത്ത് നീളമേറിയും കുറുകിയും നീങ്ങിക്കൊണ്ടിരുന്നു. പുഷ്പരാജ് വാച്ച് നോക്കി. മണി 2:30 കഴിഞ്ഞിരിക്കുന്നു. പുഴത്ത് മഴ ശമിച്ചിരുന്നു. ടെറസിന് മുകളിൽ ശേഷിച്ചിരുന്ന മഴത്തുള്ളികൾ ഒത്തൊരുമിച്ച് ഓവിൽ കൂടി താഴേക്ക് വീണുകൊണ്ടിരുന്നു. അകലെ കറുത്ത കായൽ പരപ്പിലൂടെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് ലക്ഷ്യമില്ലാതെ വിളക്കുകൾ തെങ്ങി നീങ്ങുന്നത് അദ്ദേഹം കണ്ടു.
ഒരു എമർജൻസി വിമാനം താണു പറന്ന് ജലനിരപ്പിൽ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ അപ്രത്യക്ഷമായി. ഒരു കാൽപെരുമാറ്റം. ഓവിൽ കൂടി ഇടവിട്ടു പതിക്കുന്ന ജലത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് അടുത്തുകൊണ്ടിരുന്ന ഒരു ബൂട്ട്സിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ കാതിൽ പതിഞ്ഞു. ഒരു നിമിഷം ജനാലയോട് ചേർന്ന് നിന്നിരുന്ന പുഷ്പരാജിന്റെ മാറിടത്തിനു നേരെ ഒരു റിവോൾവറിന്റെ കുഴൽ ലക്ഷ്യം വെച്ച് നിന്നു. അദ്ദേഹത്തിന് ഒരടി ദൂരം പോലും ചലിക്കുവാൻ കഴിഞ്ഞില്ല. പുറത്ത് പൈപ്പിൽ ഇടത് കൈ കൊണ്ട് തൂങ്ങിയാണ് അയാൾ നിൽക്കുന്നതെന്ന് പുഷ്പരാജ് ഊഹിച്ചു. പൈപ്പ് ചുമരോട് ചേർത്ത് ബന്ധിച്ചിരുന്നു. ഇരുമ്പ് തൊട്ടിൽ ചവിട്ടിയപ്പോഴാണ് ശബ്ദം കേട്ടത്. അടുത്ത നിമിഷം എന്തും സംഭവിക്കും. പുറത്തൊരു പക്ഷേ അവന്റെ ഇടതുകാൽ മാത്രമായിരിക്കും ചുമരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യം എത്രയും വേഗം നടത്തിയ ശേഷം അപ്രത്യക്ഷമാകുവാനായിരിക്കും അവൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അവന്റെ ലക്ഷ്യം ശരിയാണോ എന്ന് പരിശോധിക്കുവാൻ അവൻ ഒരു ഞൊടിനേരം അങ്ങ് ശ്രദ്ധിക്കും. അടുത്ത നിമിഷം കാഞ്ചി വിളിക്കുകയും ചെയ്യും. അവനിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, അവനെ പിടിക്കുകയും വേണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. പക്ഷേ അപകടകരമായ ഒരു നിലയിലാണ് താനെന്ന് അദ്ദേഹത്തിന് തികച്ചും ബോധ്യമുണ്ടായിരുന്നു. തോക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. അവൻ കാലുറപ്പിച്ചുകൊണ്ട് ആഞ്ഞു നോക്കുവാൻ ശ്രമിക്കുകയാണ്. ഇമ വെട്ടുന്ന സമയം കൊണ്ട് പുഷ്പരാജ് അവന്റെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ചു. വെടിപൊട്ടി. ഫോർമൈക്ക കൊണ്ട് പണിതിരുന്ന മനോഹരമായ മച്ച് തുളഞ്ഞുകൊണ്ട് വെടിയുണ്ട പാഞ്ഞുപോയി. ജനാലയ്ക്കപ്പുറത്ത് പൈപ്പിൽ തൂങ്ങി നിന്നിരുന്ന ആൾ താഴേക്ക് ഊർന്നിറങ്ങി. അയാൾ താഴെ വീഴുന്ന ശബ്ദം പുഷ്പരാജ് കേട്ടു. ഒട്ടും സമയം കളയാതെ അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തിറങ്ങി ലിഫ്റ്റിനടുത്തെത്തി. അത് പ്രവർത്തനക്ഷമമല്ലെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യമായത്. ഗോണി പിടിക്കുന്ന നേരെ പാഞ്ഞ് അദ്ദേഹം താഴത്തെ നിലയിലെത്തി. ഗേറ്റിന്റെ നേർക്ക് അകന്ന കാലടികൾ വെച്ച് നീങ്ങി. വാച്ചർ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ആരെങ്കിലും ഇപ്പൊ പുറത്തേക്ക് ഓടുന്നത് കണ്ടോ? പുഷ്പരാജ് അയാളോട് തിരക്കി. ഉവ്വ് സർ, മുകളിലത്തെ നിലയിൽ ഒരു വെടി ശബ്ദം കേട്ടതും ഒരാൾ പൈപ്പിൽ കൂടി ഊർന്നിറങ്ങി ചാടിയതും ഒപ്പമായിരുന്നു. ഞാൻ ഓടിച്ചെന്നപ്പോ അയാൾ മതിൽ ചാടി ഓടിക്കളഞ്ഞു. അയാൾ ശ്വാസം കഴിക്കുവാൻ പാടുപെട്ടുകൊണ്ടിരുന്നു. പുഷ്പരാജ് അതിവേഗം ഗേറ്റിന് പുറത്തെത്തി. ടാറിട്ട റോഡിൽ മഴ അവസാനിച്ചതിന്റെ ലക്ഷണമായി അവിടെ എവിടെയായി വെള്ളം തളം കെട്ടി നിന്നിരുന്നു. വഴിയിൽ യാത്രക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 3 വഴി സന്ധിക്കുന്ന കവലയിൽ 2 നിമിഷം നിന്ന ശേഷം അദ്ദേഹം വീണ്ടും തിരികെ വന്ന് കാറിനടുത്തെത്തി. ഒരു തീരുമാനത്തിലെത്തിയതുപോലെ അദ്ദേഹം കായലിനോട് ചേർന്ന് കിടക്കുന്ന പാതയിൽ കൂടി അതിവേഗം വടക്കോട്ട് വണ്ടി ഓടിച്ചു. കുറെ ദൂരം പോയപ്പോൾ അക്കരയ്ക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മച്ചുപായി അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിനുള്ളിൽ ഒരാൾ ഇരുന്ന് പുകവലിച്ചു കൊണ്ടിരുന്നു. കാർ നിർത്തി അദ്ദേഹം മച്ചുപായ്ക്ക് അടുത്തേക്ക് ചെന്നു. എവിടെ പോകാനാണ് സർ? മച്ചുപായിൽ ഇരുന്നിരുന്ന ആൾ എണീറ്റ് വന്നു. പുഷ്പരാജ് പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ നോട്ട് വലിച്ചെടുത്ത് അയാൾക്ക് നൽകി. അയാൾ യാതൊന്നും മനസ്സിലാകാത്തതുപോലെ പുഷ്പരാജിന്റെ നേരെ നോക്കി. ഇതിരിക്കട്ടെ, ആരെങ്കിലും ഈ വഴി വന്ന് മച്ചുപായിൽ കയറിയോ? പുഷ്പരാജ് ചോദിച്ചു. അയാൾ അല്പസമയം എന്തോ ആലോചിക്കുന്നത് പോലെ നിന്ന ശേഷം പടിഞ്ഞാറോട്ട് നോക്കി. കാലിന് സ്വാധീനമില്ലാത്ത ഒരാളല്ലേ? അയാൾ ചോദിച്ചു. ഒരുപക്ഷെ പ്രതീക്ഷിച്ച ആള് തന്നെയായിരിക്കുമെന്ന് പുഷ്പരാജ് കരുതി. പൈപ്പിൽ കൂടി ഊർന്നിറങ്ങി ചാഴോട്ട് ചാടിയപ്പോൾ അയാളുടെ കാലിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അതെ അതെ, അയാൾ എങ്ങോട്ട് പോയി? പുഷ്പരാജ് അന്വേഷിച്ചു. അയാൾ ഇവിടെ വന്നത് 5 മിനിറ്റ് മുമ്പാണ്. അയാൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കാർ ഇവിടെ വന്ന് കിടന്നിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ ഇവിടെ എത്തിച്ചേർന്നത്. വന്ന ഉടനെ കാറിലിരുന്ന 2 പേർ പുറത്തിറങ്ങി എന്തോ സംസാരിച്ചു. അതിനുശേഷം അയാളെയും കാറിൽ കയറ്റി വടക്കോട്ട് പോയി. കാറിന്റെ നമ്പറോ അടയാളമോ അറിയാമോ? പുഷ്പരാജ് സാവധാനത്തെ ചോദിച്ചു. നമ്പർ ഞാൻ കണ്ടില്ല, ബോർഡിൽ ലൈറ്റ് ഇല്ലായിരുന്നു. പക്ഷെ കാറിന്റെ നിറം കറുത്തതാണ്, അംബാസഡർ ആണ്. പിന്നീട് അയാളോട് യാതൊന്നും ചോദിക്കാതെ അദ്ദേഹം കാറിൽ കയറി വടക്കോട്ട് ഓടിച്ചു പോയി. കാലിന് കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ രാത്രി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ അവർ ചെല്ലുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. 2 ഫർലോങ് ദൂരം വടക്കോട്ട് പോയ ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ കാർ പ്രധാന പാത വിട്ട് വലത്തോട്ട് തിരിഞ്ഞപ്പോൾ വേറൊരു കാർ റോഡിന്റെ ഇടതുഭാഗം ചേർന്ന് കിടക്കുന്നത് അദ്ദേഹം കണ്ടു. ആ കാർ കടന്ന് മുന്നിലേക്ക് പോകാൻ വഴിക്ക് വീതിയില്ലായിരുന്നു. മച്ചുപായക്കാരൻ പറഞ്ഞതുപോലെയുള്ള ഒരു കറുത്ത അംബാസഡർ കാറായിരുന്നു അത്. കറുത്ത നിറത്തിലുള്ള അതേ പേരിലുള്ള വാഹനങ്ങൾ വേറെയും ധാരാളം ഉണ്ടെന്ന് അറിയാമെങ്കിലും ആ സന്ദർഭത്തിൽ ആ കാറിൽ അദ്ദേഹത്തിന് സംശയം ജനിച്ചു. പിന്നോട്ടെടുത്ത് പ്രധാന റോഡിൽ കാറിട്ട ശേഷം നടന്നു ചെന്നാമെന്നുള്ള തീരുമാനത്തോടെ അദ്ദേഹം കാറ് കിടക്കുന്ന സ്ഥലത്തിന് ഇടതുവശത്തുള്ള ബോർഡിലേക്ക് നോക്കി. അതൊരു നഴ്സിംഗ് ഹോം ആയിരുന്നു. പുഷ്പരാജ് പ്രത്യാശയോടെ കാർ പിന്നോട്ടെടുത്തു.
പെട്ടെന്ന് ഒരു വാൻ പിന്നിൽ വന്ന് ബ്രേക്ക് ഇട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കി. പിന്നിലേക്ക് പോകാൻ യാതൊരു നിർവാഹവുമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇടതുവശത്തെ ഡോർ തുറന്ന് അദ്ദേഹം പുറത്തിറങ്ങി. കാറിന്റെ മറവിൽ റോഡിന്റെ കിഴക്ക് വശത്തുള്ള മതിലിനോട് ചേർന്ന് കുനിഞ്ഞിരുന്നു. വാനിൽ നിന്നും ഉയരം കൂടിയ രണ്ടുപേർ പുറത്തിറങ്ങി കാറിന്റെ നേർക്ക് നടന്നു വന്നു. അതിലൊരാൾ നേരെ നടന്ന് നഴ്സിംഗ് ഹോമിലേക്ക് കയറിപ്പോയി. മിനിറ്റുകൾക്കകം അയാൾ തിരികെ എത്തി. രണ്ടുപേരും കൂടി പുഷ്പരാജിന്റെ കാറിനടുത്ത് വന്നു. അതിലൊരാൾ മുൻവശത്ത് നിന്ന് കാറിനുള്ളിലേക്ക് എത്തി വലിഞ്ഞു നോക്കി. ഇവിടെ അടുത്തു തന്നെയുണ്ട്, അയാൾ സ്നേഹിതനോട് പറഞ്ഞു. ഒരു സംഘർഷത്തിന്റെ നാന്തി അയാളുടെ ശബ്ദത്തിൽ മറിഞ്ഞിരിക്കുന്നതായി പുഷ്പരാജിന് തോന്നി. ഇനിയുള്ള വിനാഴികകൾ വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടെ അദ്ദേഹം തന്റെ കാറിന്റെ പിന്നിലെത്തി. സാവധാനം ഉയർന്ന് രണ്ടു കൈകളും കൂട്ടിപ്പിടിച്ച് അടുത്തു നിന്നിരുന്നവന്റെ പിൻകഴുത്തിൽ ആഞ്ഞിടിച്ചു. അപ്രതീക്ഷിതമായ ആഘാതമേറ്റ അവൻ മുന്നോട്ട് മറിഞ്ഞു. ധൃതിയിൽ അപരൻ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു. അവന്റെ കയ്യിൽ ഒരു കമ്പി ഇരിക്കുന്നത് അദ്ദേഹം അരണ്ട വെളിച്ചത്തിൽ കണ്ടു. നഴ്സിംഗ് ഹോമിലെ ബോർഡിൽ ഘടിപ്പിച്ചിരുന്ന ബൾബുകൾ തെളിഞ്ഞിരുന്നുവെങ്കിലും തെരുവ് വിളക്കുകൾ പ്രകാശിച്ചിരുന്നില്ല. ഞൊടിയുടെ കൊണ്ട് അദ്ദേഹം അരയിൽ കെട്ടിയിരുന്ന ലോഹ ബെൽറ്റ് ഊരിയെടുത്ത് വായുവിൽ വീശിയപ്പോൾ അതിന്റെ നീളം അസാധാരണമാവിധം വർദ്ധിച്ചു. എതിരാളി ഉരുക്കുകമ്പി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞു വീശി. പക്ഷെ സമർത്ഥമായ അദ്ദേഹത്തിന്റെ കരചലനത്തിൽ ഉരുക്കുകമ്പി ഒരു നിമിഷം കുടുങ്ങി. സമയം ഒട്ടും പാഴാക്കാതെ അദ്ദേഹം ബെൽറ്റ് പിന്നിലേക്ക് വലിച്ചതും വലതുകാൽ ഉയർത്തി കുനിഞ്ഞു വന്ന് അവന്റെ മാറിടത്തിൽ ചവിട്ടിയതും ഒപ്പമായിരുന്നു. ഇരുമ്പ് കമ്പി കയ്യിൽ നിന്നും സ്വതന്ത്രമാക്കിയ ശേഷം അവൻ പിന്നോട്ട് മാറി. ബെൽറ്റിൽ നിന്നും കമ്പി തെറിച്ച് ഓടയിൽ വീണു. അത്യുഗ്രമായ ഒരു പോരാട്ടമാണ് അവിടെ നടന്നത്. അതിനിടയ്ക്ക് നഴ്സിംഗ് ഹോമിന്റെ മുന്നിൽ കിടന്നിരുന്ന അംബാസഡർക്കാർ മുന്നോട്ട് നീങ്ങി വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമായി. തന്നെ നേരിട്ടവരിൽ ആദ്യത്തെയാൾ താഴ്ന്നു തലയുയർത്തിയിരുന്നില്ല. അടിയേറ്റ് തറയിൽ വീണ രണ്ടാമൻ ഉയർന്നപ്പോൾ അദ്ദേഹം വീണ്ടും തന്റെ കാൽമുട്ടുകൊണ്ട് അവനെ പ്രഹരിച്ചു. അവന്റെ മുഖത്തായിരുന്നു ഇത്തവണത്തെ അടിയേറ്റത്. അവൻ ഓടയിൽ വീണ ശബ്ദം കേട്ടയുടനെ അദ്ദേഹം കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. മുന്നിൽ പാഞ്ഞുപോയ അംബാസഡർ കാറിന് പിന്നാലെ അദ്ദേഹം തന്റെ വാഹനത്തെ നയിച്ചു. 2 ഫർലോങ് ഓടിയ ശേഷം അദ്ദേഹം മുന്നോട്ടാഞ്ഞ് സൂക്ഷിച്ചു നോക്കിയിട്ട് സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ചു. വഴി അവസാനിക്കുന്നത് ഹോട്ടൽ സൈക്കോയുടെ ഇടതുവശത്തായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മിനിറ്റുകൾക്കകം അദ്ദേഹം ഹോട്ടൽ സൈക്കോയുടെ വാതിൽക്കലെത്തി. വാച്ചർ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. കാറിൽ നിന്നിറങ്ങിയ ഉടനെ അദ്ദേഹം വാച്ചറെ വിളിച്ചു. 2-3 തവണ വിളിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. പോക്കറ്റിൽ നിന്നും ടോർച്ചെടുത്ത് അയാളുടെ മുഖത്തേക്ക് അടിച്ചു. അയാൾ വായ പൊളിച്ച് മതിലിൽ ചാരിയിരിക്കുകയായിരുന്നു. മാറിടത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സംശയത്തോടെ അദ്ദേഹം വീണ്ടും പരിശോധിച്ചു. വാച്ചറുടെ ഹൃദയമിടിപ്പ് നിന്നിരുന്നു. പുഷ്പരാജ് നേരെ ഗോവണിയുടെ നേർക്ക് നടന്നു. വാച്ചറെ ആരോ കൊലപ്പെടുത്തിയതായിരിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചു. പക്ഷെ താൻ അതിൽ ഇടപെടുന്നത് ശരിയായിരിക്കില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. യാതൊന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറണമെന്ന് നിശ്ചയിച്ച് അദ്ദേഹം തന്റെ മുറിയുടെ നേർക്ക് നടന്നു. മുറിയിലെത്തിയ ഉടനെ സൗദാമിനിയുടെ കാര്യം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ കടന്നു വന്നു. ആ സമയത്ത് അവളെ വിളിക്കുന്നത് ശരിയല്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും അവളെ കാണാൻ തന്നെ തീർച്ചയാക്കി. അവളുടെ മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ മുറിക്കുള്ളിൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് താക്കോൽ പഴുതിലൂടെ കണ്ടു. എയർ കണ്ടീഷൻ ഹോട്ടലിൽ പ്രവർത്തിച്ചിരുന്നില്ല. 2 തവണ വാതിലിൽ തട്ടി. അകത്തുനിന്ന് യാതൊരു ശബ്ദവും പുറപ്പെട്ടില്ല. ഹാൻഡിലിൽ പിടിച്ച് അദ്ദേഹം തിരിച്ച് പാളി ഉള്ളിലേക്ക് തള്ളി. വാതിൽ മലർക്കെ തുറന്നു. ഉള്ളിലേക്ക് കാലെടുത്ത് വെക്കാതെ അദ്ദേഹം അവളെ വിളിച്ചു. പക്ഷെ മറുപടി ഉണ്ടായില്ല. കാലിൽ കിടന്ന ഷൂസ് അഴിച്ച് പുറത്തു വെച്ച ശേഷം അദ്ദേഹം സോക്സ് മാത്രം ധരിച്ചുകൊണ്ട് ഉള്ളിൽ കടന്നു. മുറി ശൂന്യമായിരുന്നു. കുളിമുറിയിലും അദ്ദേഹം സൗദാമിനിയെ തിരഞ്ഞു. പക്ഷെ അവളെ കാണാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് അവൾ എവിടെ പോയിരിക്കാനാണ് സാധ്യതയെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് യാതൊരു തുമ്പും ലഭിച്ചില്ല. ആ മുറിയിൽ യാതൊന്നും കാണപ്പെട്ടില്ല. യാദൃശികമായി തറയിൽ കിടന്ന ഒരു കടലാസ് കഷ്ണം പുഷ്പരാജിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഒരു നിധി ലഭിച്ചതുപോലെ തന്റെ മുറിയിലെത്തിയ ഉടനെ അദ്ദേഹം സ്വിച്ചിൽ വിരലമർത്തി. ലൈറ്റ് തെളിഞ്ഞു. കടലാസ് തുണ്ടിൽ കൂടി അദ്ദേഹം കണ്ണോടിച്ചു. നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. ഒരേ ഒരു വാചകം ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ കത്തിന്റെ ഒരു മൂലയിൽ ഒരു കഴുകന്റെ ചിത്രം വികൃതമായ രീതിയിൽ വരച്ചിരുന്നു. ആ കത്ത് ആരാർക്ക് എഴുതിയതാണെന്ന് തെളിവില്ലായിരുന്നു. സൗദാമിനിക്ക് എന്തെങ്കിലും അപകടം നേരിട്ടിരിക്കാനുള്ള സൂചനയും ആ കത്തിലെ വാചകം ധ്വനിപ്പിച്ചിരുന്നു. അവളെ അപകടപ്പെടുത്തുവാൻ പദ്ധതി തയ്യാറാക്കി അവിടെ വന്നവരിൽ നിന്ന് ആ കത്ത് നഷ്ടപ്പെട്ടിരിക്കുവാനും ഇടയുണ്ട്. സൗദാമിനിയുമായി പരിചയപ്പെട്ടതിൽ അവൾ ഒരു ഗൂഢസംഘത്തിലെ കണ്ണിയാണെന്ന് തോന്നാനുള്ള യാതൊരു കാരണവും പുഷ്പരാജ് കണ്ടില്ല. മെറ്റിൽഡയ്ക്ക് പറ്റിയ അപകടം സൗദാമിനിയെയും പിടികൂടിയിരിക്കുമോ? വാച്ചിൽ നോക്കി. മണി 3:40. പ്രഭാതമാകാൻ ഇനി അധിക സമയമില്ല.
അതിനു മുമ്പ് ഹോട്ടലിൽ നിന്ന് പോകാൻ തന്നെ പുഷ്പരാജ് തീരുമാനിച്ചു. നേരം വെളുത്തു കഴിഞ്ഞാൽ വാച്ചറുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഉണ്ടാകാനിടയുണ്ട്. തന്നെക്കുറിച്ചുള്ള യഥാർത്ഥ നിലയും നഗരത്തിലെ ചിലരൊക്കെ അറിഞ്ഞെന്നിരിക്കും. മുന്നോട്ടുള്ള കേസ് അന്വേഷണത്തിന് അത് ചിലപ്പോൾ വിലങ്ങുതടിയായി തീർന്നെന്നിരിക്കാം. സൂട്ട് കേസ് എടുത്തുകൊണ്ട് പുഷ്പരാജ് പുറത്തിറങ്ങി. ഗോമണി ഇറങ്ങിയപ്പോൾ അദ്ദേഹം നാലുപാടും സൂക്ഷിച്ചു നോക്കി. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. കൗണ്ടറിനടുത്തെത്തി അദ്ദേഹം ഉള്ളിലേക്ക് നോക്കി. വൃത്താകാരമായ മേശയ്ക്ക് പിന്നിലിരുന്ന് തനിക്ക് മുറി തന്ന ചെറുപ്പക്കാരൻ ഉറങ്ങുന്നുണ്ട്. അവിടെ നടന്ന യാതൊരു സംഭവവും അവൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അവന്റെ കിടപ്പ് കണ്ടാൽ. പുഷ്പരാജ് പുറത്തു വന്നു. സൂട്ട് കേസ് കാറിൽ കൊണ്ടുവച്ച ശേഷം അദ്ദേഹം അവസാനമായി വാച്ചറുടെ ഭാഗത്തേക്ക് നോക്കി. സംശയം തീരാഞ്ഞ് പുഷ്പരാജ് വീണ്ടും കണ്ണോടിച്ചു. വാച്ചറുടെ മൃതശരീരം അപ്രത്യക്ഷമായിരിക്കുന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.